ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഹെൽത്ത് മിക്സ് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതുപോലൊരു പാക്കറ്റ് കുറച്ച് ധാന്യങ്ങൾ കിട്ടുന്നതാണ്, നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതിന് ഹെൽത്ത് മിക്സ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. ഇതിൽ ചോളവും കൂരവ് അങ്ങനെ കുറേ ധാന്യങ്ങളുണ്ടാവും. ഇതുപോലുള്ളൊരു പാക്കറ്റിലായിരിക്കും കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഇത് പൊടിക്കാത്തതാണ്. ഇതിൽ നമുക്ക് പൊട്ടുകടല, ചോളം അങ്ങനെയുള്ള എല്ലാ ധാന്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. നമുക്ക് വിശ്വസിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലൊരു കട്ടിയുള്ള പാൻ വെച്ച് നമുക്കതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കിതിനെ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ ഇതുപോലൊരു പാൻ വയ്ക്കുക. അതിലേക്ക് നമുക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ച് അതിലേക്കിട്ട് കുറേശ്ശെയായിട്ട് ചൂടാക്കിയെടുക്കാവുന്നതാണ്. കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഫുൾ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കതിനെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ധാന്യങ്ങൾ ഉൾപ്പെടുത്താം. നമുക്ക് കൂരവോ കാഷ്യോ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം പൊടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇതുണ്ടാക്കണമെന്നാണെങ്കിൽ നമുക്ക് കൂരവൊക്കെ കൂടുതൽ മേടിച്ചിട്ട് ഇതിപ്പോൾ 1 kg ആയതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മിക്സിയിൽ. അപ്പോൾ നമുക്കത് മെല്ലിക്കൊടുത്ത് പൊടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് അവർ പൊടിച്ചു തരും. അവരോട് പറഞ്ഞാൽ മതി, കുഞ്ഞിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല വൃത്തിയായിട്ട് പൊടിച്ചു തരുന്നതായിരിക്കും. കൂരവൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങുന്നതെങ്കിൽ നമുക്ക് കൂരവ് വാങ്ങിച്ചിട്ട് അതൊരു 2 കിലോയോ മറ്റോ മേടിച്ച് 2 കിലോയോ 1 കിലോ ആയിട്ടൊക്കെ പാക്കറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് പാക്കറ്റിൽ തന്നെ മേടിച്ചതിന് ശേഷം നമുക്കത് ഒരു 4-5 വെള്ളം കഴുകി നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ മെല്ലിക്കൊടുത്ത് പൊടിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലിപ്പം ഇതെല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ കൂരവ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കിതുപോലെ പൊടിച്ചെടുക്കാവുന്നതാണ്. വീട്ടിൽ തന്നെ നമുക്കിതുപോലെ വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. പക്ഷേ കൂരവ് നമുക്കൊരു 5-6 വെള്ളം കഴുകി വൃത്തിയായിട്ട് വെയിലത്തിട്ട് ഉണക്കി എടുക്കേണ്ടി വരും. കൂരവ് നമ്മളിങ്ങനെ 5-6 വെള്ളം കഴുകിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ തവിടും അഴുക്കും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ വറുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് വീണ്ടും വറുത്തെടുക്കാവുന്നതാണ്. ഇതുപോലെ 3-4 തവണ നമുക്ക് വറുത്ത് എടുക്കേണ്ടി വരും. ഇത് 1 kg ആയതുകൊണ്ടാണ് കുറേശ്ശെ ഇട്ട് വറുക്കുന്നതായിരിക്കും നല്ലത്. ഇത് വറുത്ത് മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു മണമായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു പാക്കറ്റ് കാഷ്യൂവും ബദാമും കാണും. നമുക്കത് കൂടാതെ കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്കിതിൽ കൂടി വാങ്ങിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറുത്തെടുക്കാവുന്നതാണ്. കാഷ്യൂവും ബദാമും സെപ്പറേറ്റ് നമ്മൾ അത് മാത്രമായിട്ട് വറുത്തിട്ട് പൊടിക്കുകയാണെങ്കിൽ അത് മിക്സിയുടെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ കൂടി ഇട്ട് വറുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ കൂടി ഇട്ട് വറുത്ത് ഇതിൽ കൂടെ തന്നെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇതിപ്പോൾ ഇങ്ങനെ വറുത്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ അതിരുന്ന് തണുക്കും. മിക്സിയിൽ ചൂടോടുകൂടി പൊടിക്കുന്നത് അത്ര നല്ലതല്ല, മിക്സി പെട്ടെന്ന് ചീത്തയായിപ്പോവും. ഇങ്ങനെ കുറേശ്ശെ വറുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു കാഷ്യൂവും ബദാമും. ഇതുപോലെ അതിൻ്റെ കൂടെ ഏലക്കായും കൂടെ കാണും. ഏലക്ക വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ ഇടണമെന്നില്ല. ഏലക്ക ഇട്ടാൽ നല്ലൊരു സ്മെല്ലായിരിക്കും.
അതിന് വേണ്ടിയിട്ടാണ് ഏലക്ക കൂടെ ഇടുന്നത്. ഇതിൻ്റെ കൂടെ നന്നായിട്ട് നമുക്കിതിനെ അതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല മണമായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാനൊക്കെ വളരെ നല്ലതാണ് ഹെൽത്ത് മിക്സ്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു ജാറിൽ ഇതിനെ പൊടിച്ചെടുക്കാം. ഇതുപോലെ ആവശ്യത്തിന് കുറേശ്ശെ ഇട്ടാൽ മതി. ആവശ്യത്തിനിട്ട് നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ അത് ഇതുപോലെ നല്ല തരിയായിട്ടിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നല്ലവണ്ണം പൊടിയാത്ത ഭാഗങ്ങൾ അതിൽ കാണും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ ഇട്ട് നമുക്ക് അരിച്ചെടുക്കാം. അതും ഇതുപോലെ 2-3 തവണ ഇതെടുക്കണം. നമുക്കിതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ആ തരികൾ ഇതിൽ വരില്ല. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം. അതുപോലെ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കണം. ഇച്ചിരി സമയം എടുക്കും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. വെയിറ്റ് കൂടാനും അവർക്ക് വേറെ ഇതാവുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കറിയാം അതിലെന്തെങ്കിലും അസുഖങ്ങളോ ഒന്നും വരത്തില്ല. വേറെ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹെൽത്ത് മിക്സിൻ്റെ പാക്കറ്റിൽ അതിലെന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നില്ലല്ലോ. അവർ പറയുന്നതല്ലേ നമുക്കറിയാവൂ. ഇതുപോലെ തരി കണക്ക് വരും. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം അതിനെ അവസാനം നമുക്ക് ഒന്നുകൂടി ഇട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കതിനെ അവസാനം ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. ഇനി ബാക്കി ഉള്ള പൊടിയും ഇതുപോലെ ആക്കി വയ്ക്കുക. ഈ അരിച്ചതിനെ ഇപ്പം തന്നെ നമുക്കൊരു കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്ന കുപ്പി തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്ന് തീർന്നത് കൊണ്ടാണ് ഇതിപ്പോൾ വീണ്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാഷ്യൂ ബദാമൊക്കെ ഇതിലുള്ളത് ഞാൻ ആഡ് ചെയ്തത്. ഞാൻ കൂടുതൽ വാങ്ങിച്ചാണ് സാധാരണ ഇതിൽ കൂടി വറുത്തിടാറ്. ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതവിടെ കാറ്റ് കയറാണ്ട് അവിടെ ഇരുന്നോളും. അതിനെ അടച്ചങ്ങ് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് വീണ്ടും ചെയ്യേണ്ടത്. അതിനെ അടച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ വീണ്ടും അരിച്ചെടുക്കണം. നമ്മൾ ഈ വറുത്ത് വെച്ചത് മുഴുവനും ഇതുപോലെ അരിച്ച് തന്നെ എടുക്കണം. കുറച്ച് നല്ല വലിയ കുട്ടിയാണ്. ഒരു 2 വയസ്സ് 1.5 വയസ്സിനൊക്കെ ശേഷം 1 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടി കട്ടിയുള്ള ആഹാരമൊക്കെ കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്കിതുപോലെ അരിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. ആ കുഞ്ഞിന് നമുക്ക് കട്ടിയുള്ള ആഹാരം ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. ഇത്രയും നന്നായിട്ട് അരിക്കണമെന്നില്ല. അത് നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചത് അതുപോലെ തന്നെ കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതുപോലെ നന്നായിട്ട് 3-4 തവണ അരിച്ച് നമുക്ക് കുപ്പിയിൽ ഇപ്പോൾ ഞാൻ കുപ്പിയിൽ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ നല്ലതാണ്. 1 കിലോ ആയതുകൊണ്ട് പെട്ടെന്ന് പൂപ്പൊന്നും കയറി പോകത്തില്ല, ചീത്തയായി പോകില്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് തീരുമ്പോൾ വീണ്ടും നമുക്ക് ചെയ്താൽ മതി. താങ്ക് യു.